മോളി വർഗീസിനെ ഞാൻ അപ്പോഴേ കെട്ടോട്ടടിച്ച് അല്ലയോടാ. പോലെ എന്താ ഇത്? മോളി വർഗീസ് മോളെ വിമലെ വിമലെ ഞാൻ പറയുന്നത് കേക്ക്. ചെറിയരുത്. അത് ഇന്നലെ ഞാനും നിന്റെ ചേച്ചിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ശബ്ദവും കരച്ചിലൊക്കെ ഞാനും കേട്ടു. 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാ ഇങ്ങനെ. സ്നേഹം കൊണ്ടളിയ എല്ലാ ഭാര്യമാർക്കും ഭർത്താക്കന്മാരോട് ഇത്തിരി പൊസസീവ്നെസ് ഒക്കെ ഉണ്ടാവും. ചിലര് മനസ്സിൽ വെക്കും, ചിലരത് റിയാക്ട് ചെയ്യും. ഈ ദാമ്പത്യം എന്നൊക്കെ പറയണത് അതൊരു പളുങ്ക് പാത്രം പോലെയാ. താഴെ വീണ് ഉടഞ്ഞ് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണോളിയാ. അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ പറയാമെന്ന് വേറൊരു കാര്യം, എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് സ്ഥലം വിടണം. നിന്റെ വരവോടെ എന്റെ സമാധാനം ഒക്കെ പോയി. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ടോക്കിംഗ് ടൈംസ് എങ്കിലും ഉണ്ട്. നാളെ അതും ഇല്ലാതായാലും. അച്ഛന്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു പോണോന്നല്ല ഞാൻ പറയുന്നത്. വേറെ ബന്ധുക്കളുണ്ടല്ലോ, 2 അമ്മാവന്മാര്, ചെറിയമ്മ. അവരുടെയൊക്കെ വീടുകളിൽ ഇവിടത്തെക്കാട്ടി സൗകര്യമുണ്ട്. ഇടയ്ക്ക് 2 ദിവസം ഇവിടെ വന്ന് നിന്നോ. അതല്ലാതെ അളിയൻ വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. പറഞ്ഞതെനിക്ക് മനസ്സിലായി. അളിയൻ സമാധാനമായിട്ട് ജീവിച്ചോ, ഞാൻ ശല്യാവില്ല. ഓഫീസ് വിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടാവില്ല. പോരെ? അല്ല, ഇന്ന് തന്നെ ഇനിയൊന്നും പറയണ്ട. ഗുഡ് ബൈ. തമിഴാ? ഇടയ്ക്ക് മലയാളം ഉണ്ടല്ലോ. ഞാൻ മരാക്കുന്നു. മരാക്കുന്നു. ഓരിക്കുന്നു. മരിക്കുന്നു. മരിക്കുന്നു. അയ്യോ, എന്തിനു മോനെ നീ ഇത് ചെയ്തത്? നീ മരിച്ച പിന്നെ ചേച്ചി ജീവിച്ചിരിക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ? ബഹളം വയ്ക്കണ്ട. പിന്നിതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് ആരും അറിയരുത്. പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റം ഡോക്ടർക്കാ. ഇല്ല ഡോക്ടർ, ആരും അറിയില്ല. ടേക്ക് റെസ്റ്റ്. ഇനി ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. ഞാൻ ആത്മഹത്യ ചെയ്യാനോ? ആ വാക്കിനി പറയരുത്. നിങ്ങൾ അതിനൊക്കെ കാരണം വെറുതെ എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിച്ചിട്ട്. ഞാൻ അപ്പോഴത്തെ പ്രയാസത്തിന് എന്തോ പറഞ്ഞു എന്നല്ലാതെ അതിന് ജീവിതം അവസാനിപ്പിച്ചു കളയുന്നൊക്കെ ഞാൻ വിചാരിച്ചു. അല്ലെങ്കിലും ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നത്? എനിക്ക് വേണ്ടി, നമ്മുടെ അച്ഛന് വേണ്ടി. വേണ്ട ചേച്ചി, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ്. ഒരു ഭാരമല്ല,
നീ ഇനി ചേച്ചിയുടെ അടുത്തൊന്ന് എങ്ങോട്ടും പോണ്ട. നമ്മള് സഹിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരെങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ. സാറേ, ആ വെള്ളത്തിൽ ചാടി ഒരു കാത്തു നിൽക്കണു. അവർക്ക് ഞാൻ 2000 രൂപ കൊടുത്തതാണല്ലോ. അത് പോരാത്രേ, ഒരു ജീവന്റെ വിലയല്ലേ സാറേ? ഒരു ജീവൻ ഇപ്പൊ എത്ര രൂപയാണെന്ന് അവര് പറയുന്നത്? തർക്കിക്കാനൊന്നും നിൽക്കണ്ട. ദാ പൈസ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. സുന്നതെല്ലാം പോയി താനേ കള്ളം പറഞ്ഞല്ലേന്ന്. നിനക്ക് നീന്തൽ അറിയാമായിരുന്നു അല്ലേ? ആമാ. ഒരു എനിക്കറിയില്ലായിരുന്നു. ജീവൻ 5000 രൂപ എന്നൊക്കെ പറഞ്ഞ ഇനി ഒരു രൂപ ഇതാ. അല്ല, പേര് പറഞ്ഞു. ശരിക്കും ആ സമയത്ത് എന്താ തോന്നുക? ഏത് സമയത്ത്? മരണത്തിലേക്ക് ചാടാൻ പോകുന്ന ലാസ്റ്റ് മൊമെന്റിൽ. ആ അപ്പോ മനസ്സ് ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ കുട്ടിക്കാലം മുതല് നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങള് സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞിങ്ങനെ വരും. വല്ലാത്തൊരു എക്സ്പീരിയൻസ് അത്. ഷ്യോ, എനിക്ക് ആലോചിക്കാൻ വയ്യ. പണ്ടേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കും തോന്നിയത് ആത്മഹത്യ ചെയ്യാൻ. പക്ഷെ ധൈര്യം വന്നില്ല. ആ, ധൈര്യം വേണം. മനക്കരുത്തില്ലാത്തവർക്ക് പറ്റിയ പണിയല്ല ആത്മഹത്യ. നമ്മൾ ഇവിടുത്തെ ലൈഫ് വിട്ട് പോവല്ലേ. വിനു, നീ അവനെ ശല്യപ്പെടുത്താതെ പോയേ. വാ മോനെ. എന്താ ചേച്ചി? നല്ല നെമ്മി പൊരിച്ചതാ. ഊണിന്റെ കൂടെ ആവുമ്പോ നീ അധികം തിന്നില്ല. ദാ, എന്തിനാ ഇങ്ങനെ? ഈ ചേച്ചിയോട് ഒരു കാര്യം. കഴിക്കടാ. അച്ഛനും ഞാൻ എഴുതിയിട്ടുണ്ട്. നിനക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി നോക്കുകയാണെന്ന്. ഇവിടെ എന്ത് ജോലി കിട്ടാനാ? കിട്ടുന്ന മതി. നിന്റെ ശമ്പളം കൊണ്ട് ഇവിടെ അരി വാങ്ങിക്കൊന്നും വേണ്ടല്ലോ. വെറുതെ ഇരുന്നിട്ടാ മനസ്സിലിങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാവുന്നത്. ഷാജിയേട്ടൻ 1-2 പേരെടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്ന് എൻഗേജ്ഡ് ആയാൽ തന്നെ നീ നന്നാവും. ആഹാ, ടിക്കറ്റിന്റെ കാശ് ചോദിച്ചപ്പോ ആദ്യം നീ പറഞ്ഞു ആള് മുമ്പിലാണെന്ന്, പിന്നെ പറഞ്ഞു ആള് പുറകിലാണെന്ന്. നിക്കടാ, എടാ അവിടെ നിൽക്കാൻ, എടാ അവിടെ നിൽക്കാനാ പറഞ്ഞത്. നിന്നെ ഇന്ന് ഞാൻ, എടാ നിന്നെ പോലെയുള്ളവന്മാരെ ദിവസം എത്ര എണ്ണത്തിനെ കാണുന്നവരായി ഞാനെന്നറിയാവോ? ഇറങ്ങടാ ഇവിടെ.